പ്രിയപ്പെട്ട വൈദ്യുതി ഉപഭോക്താക്കളെ, ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ വൈദ്യുതി തൊഴിലാളികളും ഓഫീസർമാരും കോൺട്രാക്റ്റ് തൊഴിലാളികളും ഈ മാസം 17-12 മുതൽ തിരുവനന്തപുരം വൈദ്യുതി ഭവന് മുന്നിൽ ഒരു അനിശ്ചിതകാല സത്യാഗ്രഹത്തിലാണ്. ഈ സത്യാഗ്രഹത്തിന് ആധാരമായ വിഷയങ്ങളൊക്കെ തന്നെ 17-12 മുതൽ ഈ സമരം ഉദ്ഘാടനം ചെയ്ത KCB വർക്കേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായ ശ്രീ S. ഹരിലാൽ ഉൾപ്പെടെ CITUവിൻ്റെ നേതാക്കളായ ശ്രീ J. മേഴ്സിക്കുട്ടിയമ്മ, ശ്രീ C. K. ഹരീഷ്ണൻ, ശ്രീ K. S. സുനിൽകുമാർ, ശ്രീ K. N. ഗോപിനാഥ്, ശ്രീ നെടുവത്തൂർ സുന്ദരേശൻ, ശ്രീ അഡ്വക്കേറ്റ് P. സജി, ശ്രീ ജയമോഹൻ തുടങ്ങിയ എല്ലാ നേതാക്കളും, അതുപോലെ തന്നെ ഈ സംഘടനകളുടെ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയായ സഹാവ് ജയപ്രകാശൻ, കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറിയായ KC സുബു തുടങ്ങിയവരൊക്കെ തന്നെ വിശദീകരിച്ചതാണ്. പക്ഷേ ഈ സമരത്തിന് ആധാരമായ വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിലെത്തിക്കേണ്ട ഒരു ബാധ്യത കൂടെ നമുക്കുണ്ടായിരിക്കുകയാണ്. കാരണം കേരളത്തിലെ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് നേരിടേണ്ടി വരുന്ന കുറേ പ്രശ്നങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കേണ്ട ഒരു ബാധ്യത അല്ലെങ്കിൽ കടമ ഈ സമരം നടത്തുന്ന ഈ സംഘടനയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ശ്രീ ഹരിലാൽ, നമ്മളിപ്പോൾ 17-12 മുതൽ വൈദ്യുതി ഭവന് മുന്നിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷോഭം നടത്തുകയാണ്. ഈ പ്രക്ഷോഭത്തിന് ആധാരമായി നമ്മൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വൈദ്യുതി ബോർഡിലെ ജീവനക്കാരുടെ കുറവാണ്. വൈദ്യുതി ബോർഡിൽ മെച്ചപ്പെട്ട സേവനം നമുക്ക് സാധ്യമാവാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? കേരളീയ സമൂഹം ഒരു വികസിത രാജ്യത്തിലെ സാമൂഹ്യ അവസ്ഥയിലേക്ക് വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഏത് നിലവാരത്തിൽ പരിശോധിച്ചാലും ഒരു വികസിത രാജ്യത്തെ ജീവിത നിലവാരത്തിലേക്ക് കേരളീയ സമൂഹം വളരെ പെട്ടെന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുതി എന്ന് പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ ഒരു അനിവാര്യമായ നിലയിലേക്ക് മാറി. അപ്പോൾ വൈദ്യുതി സേവനം അവരാഗ്രഹിക്കുന്ന രൂപത്തിൽ കൊടുക്കുക എന്നുള്ളത് വൈദ്യുത ബോർഡിൻ്റെ കടമയാണ്. ആ സേവനം മെച്ചപ്പെട്ട് കൊടുക്കണമെങ്കിൽ ആ സേവനം കൊടുക്കാൻ വേണ്ടുന്ന മതിയായ ജീവനക്കാരും വേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം നമ്മൾ കാണേണ്ടത് ഇന്ത്യയിലെ വിവിധ വൈദ്യുതി യൂട്ടിലിറ്റികളെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ അവിടെയൊക്കെ 24 മണിക്കൂറിനുള്ളിലാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കണമെന്ന് നിയമപരമായി പറയുമ്പോൾ കേരളത്തിൽ 12 മണിക്കൂറിനുള്ളിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുക ആണ് ചെയ്യുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നഗരമേഖലയിൽ 12 മണിക്കൂറിനുള്ളിൽ പുനഃസ്ഥാപിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ 6 മണിക്കൂറിനുള്ളിൽ സപ്ലൈ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വൈദ്യുത വിതരണ രംഗത്ത് ആ ഓഫീസുകളിൽ പ്രവർത്തിക്കാനുള്ള ജീവനക്കാർ വേണ്ടതുണ്ട്. ഇവിടെ ഇത്തരം ഒരു സമരം എടുക്കേണ്ടി വന്നത് പെട്ടെന്ന് എടുത്തതല്ല. എന്നാൽ 2023 ഡിസംബറിൽ ജീവനക്കാരുടെ ഗണ്യമായ കുറവ് പരിഹരിക്കാനും വൈദ്യുത മേഖലയിലെ പേ റിവിഷൻ്റെയും അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ പൊതുവിലെടുത്തൊരു സമരമുണ്ട്. ആ സമരം എടുത്ത് ഇതെല്ലാം തീരുമാനമാകുകയും പരിഹരിക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് പരിഹരിക്കാതെ വന്നു. അത് വീണ്ടും നീണ്ടുപോയി. 2024 മെയ് 16 വലിയൊരു പ്രക്ഷോഭം, തൊഴിലാളികളുടെയും ഓഫീസർമാരുടെയും കരാർ തൊഴിലാളികളുടെ ഒരു പ്രക്ഷോഭം വൈദ്യുതി ഭവൻ്റെ മുന്നിലേക്ക് നടന്നു. ആ പ്രക്ഷോഭത്തിൻ്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥ എന്ന് പറഞ്ഞത് നിലവിൽ നമുക്ക് PSC നിയമിക്കാൻ കഴിയുന്ന ജീവനക്കാരെ നിയമിക്കാം എന്നായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ഘട്ട വൈദ്യുത ബോർഡ് മാനേജ്മെൻറ്റും അംഗീകൃത സംഘടനകളും തമ്മിൽ ചർച്ച നടന്നു. ഏറ്റവും അവസാനം നടന്നത് 22/10/2024 ആ ചർച്ചയിൽ പൊതുവായി തീരുമാനിച്ച കാര്യമുണ്ട്. ഇപ്പോൾ വൈദ്യുത ബോർഡിലെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ 11,415 ജീവനക്കാരുടെ കുറവ് നിൽക്കുക. അതുതന്നെ റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരാൻ പോകുന്ന പെൻഷൻ വേക്കൻസി കൂടെ എടുക്കുമ്പോൾ നമുക്ക് 5,213 വേക്കൻസി നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് നിലവിലെ സാങ്ഷൻ പ്ലേസ് 36,522 താരതമ്യം ചെയ്യുമ്പോൾ 11,415 വേക്കൻസി നിൽക്കുകയും അത് ഇവിടെ റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചതുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ പോലും 5,213 വേക്കൻസി നിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ നമുക്കാകെ ചെയ്യാൻ കഴിയുന്നത് 3 PSC ലിസ്റ്റേ ഉള്ളൂ. അതിൽ നിന്ന് 912 പേരെ ഒന്നിച്ച് നിയമിക്കാമെന്ന് പറഞ്ഞിട്ട് മാനേജ്മെൻറ്റും CMDയും എടുത്ത സമീപനം അങ്ങനെ സമ്മതിക്കുകയും യൂണിയനുകളുമായിട്ട് എഴുതി തരികയും ഒക്കെ ചെയ്തതിന് ശേഷം അത് 4 ഘട്ടമായി 1 വർഷം കൊണ്ടേ ചെയ്യൂ എന്ന നിലയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ വൈദ്യുത വിതരണ മേഖല ജീവനക്കാരില്ലാതെ എങ്ങനെയാണ് സപ്ലൈ കൊടുക്കാൻ കഴിയുക? കേരളീയ സമൂഹം ഇത് സമ്മതിക്കുമോ? ഇതുവരെ മറച്ചു വയ്ക്കപ്പെട്ടൊരു സംഗതിയാണ് ഇതിലൂടെ ജനങ്ങളുടെ മുന്നിൽ വരുന്നത്.
KCBയിലെ 3-1 തസ്തിക ഒഴിച്ചിട്ടേക്കാണ്. എന്നിട്ട് ഇവിടെ ഇതിനെ മെച്ചപ്പെടുത്താൻ നോക്കിയാൽ നടക്കുമോ? കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ വിതരണ മേഖലയിൽ കൊടുക്കുന്ന സേവനമാണ് ഈ ഉപഭോക്താക്കളെ സംതൃപ്തമാക്കുന്നത്. ആ നിലയിലൊരു സേവനം ലഭ്യമാക്കുവാൻ മാൻ പവർ ഇല്ലാതെ കഴിയുന്നതല്ല. നാം കാണേണ്ടത് ഓക്കി, അതോടൊപ്പം തന്നെ പ്രളയം, 2 പ്രളയം വന്നു. ആ സമയത്തെല്ലാം നമ്മൾ ജീവനക്കാരും മാനേജ്മെൻറ്റും ഒത്തൊരുമയോട് കൂടി നിന്ന് ശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ തന്നെ മറ്റുള്ളവർ അസൂയപ്പെടുന്ന രൂപത്തിൽ ദുരന്ത മേഖലയിൽ നമ്മൾ സപ്ലൈ പുനഃസ്ഥാപിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കൊടുത്തിരുന്നു. ഇപ്പോൾ കടുത്ത വേനൽ കഴിഞ്ഞ് വന്നപ്പോൾ 23 മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ആ 3 മാസം വൈദ്യുത ഓഫീസുകൾ ജനം കയറി തല്ലിപ്പൊളിക്കുന്ന അവസ്ഥയാണ് വന്നേ. ഇപ്പോൾ വരാൻ പോകുന്ന ദുരന്തം അതാണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ 2000-നടുത്ത് ലൈൻമാൻ്റെ കുറവാണ് നിൽക്കുന്നത്. ലൈനിൽ കയറി ജോലി ചെയ്യുന്ന 2000-നടുത്ത് ലൈൻമാൻ ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ നമുക്ക് കറണ്ട് കൊടുക്കാൻ കഴിയുന്നത്? കൂടാതെ ഇലക്ട്രിസിറ്റി വർക്കർ എന്ന് പറഞ്ഞത് കുഴിയെടുത്ത് പോസ്റ്റ് നാട്ടി ലൈൻ വലിച്ച് ജനങ്ങൾക്ക് വൈദ്യുതി കൊടുക്കേണ്ടവരാ. അതും ഏകദേശം 2000-നടുത്ത് ഒഴിവാൻ നിൽക്കുന്നേ. ആ നിലയിൽ ഈ സ്ഥാപനം എങ്ങനെ പോകും? ഇവിടെ മൊത്തം കരാർവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അപകട മേഖലയിൽ നാം ആഗ്രഹിക്കുന്ന പോലെ കരാർ ജീവനക്കാരെയും കിട്ടില്ല. ജനം കയറി വൈദ്യുത ഓഫീസുകൾ ആക്രമിക്കുന്ന ഒരു സ്ഥിതി വന്നപ്പോഴാണ് ഇതിലെ പ്രധാനപ്പെട്ട യൂണിയൻ എന്ന നിലയിൽ മാനേജ്മെൻറ്റുമായി തൊഴിലാളികളുടെ നിയമനം വേണമെന്ന് പറയുകയും കേവലം 912 പേര് ഇപ്പോൾ ഉള്ള ഒഴിവിൻ്റെ 10% പോലും നികത്താൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ അതും 4 ഘട്ടമെന്ന് പറഞ്ഞാൽ നമുക്ക് സമരമല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ലല്ലോ. ശ്രീ ഹലാൽ ഇവിടെ സൂചിപ്പിച്ചു, ഇലക്ട്രിസിറ്റി വർക്കറുടെ 2000 ഒഴിവുകൾ നിലനിൽക്കുന്നു, ലൈൻമാൻ്റെ 2000 ഒഴിവുകൾ നിലനിൽക്കുന്നു. മാത്രമല്ല ഓവർസിയറിൻ്റെയും ഏകദേശം 1000-ഓളം ഒഴിവുകൾ നിലനിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓവർസിയർ പ്രൊമോഷൻ നടത്താനുള്ള ഒരു ആലോചന ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. നമ്മുടെ ഈ തീരുമാനങ്ങളിലൊന്ന് ഈ 1000 ഓവർസിയറെ ലൈൻമാനിൽ നിന്ന് പ്രൊമോഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലൈൻമാൻ്റെ ഒഴിവ് 3000 ആവും, ഇലക്ട്രിസിറ്റി വർക്കറിൻ്റെ 2000 ആവും. വീണ്ടും ഈ ഫീൽഡിലെ ഈ 2 പോസ്റ്റുകളിലെ ജീവനക്കാരുടെ എണ്ണം 5000-ആയിട്ട് വർദ്ധിക്കുകയാണ്. അപ്പോൾ ഇത് പ്രൊമോഷൻ നടത്താനും നിയമനം നടത്താനുമായിട്ട് ഉള്ള തടസ്സങ്ങളിലൂടെ ഒന്ന് വിശദീകരിക്കാം. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ KCBയിലെ എല്ലാ തസ്തികയും നേരിട്ട് PSC നിയമനമല്ല. എൻട്രി കേഡറിൽ ചിലതിലൊക്കെ അത് വ്യത്യാസമാണ്. ഇലക്ട്രിസിറ്റി വർക്കറായിട്ട് വരുന്നവരാണ് നമ്മൾ. അതിൽ നിന്നാണ് ലൈൻമാൻ ആകുക, അതിൽ നിന്നാണ് ഓവർസിയർ ആകുക. പിന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ഉള്ളത് സബ് എഞ്ചിനീയറിലേക്കാണ്. അതിൻ്റെ മുകളിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയറായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി വർക്കറായി വന്നെങ്കിലാണ് നമുക്ക് ലൈൻമാൻ ലഭ്യമാകുന്നത്, ഓവർസിയർ ലഭ്യമാകുന്നത്. ഇവിടെ എന്താ വിഷയം എന്ന് വെച്ചാൽ, മാത്രമല്ല സബ് എഞ്ചിനീയറിലെ 70% ഈ പോസ്റ്റിൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത് 30% മാത്രമേ PSCയിൽ വരുന്നുള്ളൂ. അതെ, അത് ശരിയാണ്, പ്രൊമോട്ട് ചെയ്യപ്പെടുന്നതാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് CA റെഗുലേഷൻ കേസുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ യോഗ്യത സംബന്ധിച്ചൊരു ഗൈഡ് ലൈൻ കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ KSEB നിയമനം നടത്താൻ തീരുമാനിച്ചു. പക്ഷേ അത് നിയമനം നടത്തുന്നതിന് യോഗ്യത ഭേദഗതി ചെയ്ത് PSCയുടെ അപ്രൂവ് വാങ്ങി നിയമനത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. അതിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ ഒരു കോടതിയലക്ഷ്യ കേസ് നിൽക്കുകയാണ്. ആ കോടതിയലക്ഷ്യ കേസ് പരിഹരിച്ചെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് വൈദ്യുതി കൊടുക്കാൻ കഴിയൂ. ഇപ്പം മാനേജ്മെൻ്റ് ഒരു സമീപനം, ആ കേസൊക്കെ പരിഹരിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല, ഏതോ ജീവനക്കാരുടെ ട്രേഡ് യൂണിയൻ്റെ ഉത്തരവാദിത്വം എന്ന നിലയിലാണ് മാനേജ്മെൻറ്റ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മാനേജ്മെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം പൊതുമേഖലയിൽ നിൽക്കുന്ന വൈദ്യുത ബോർഡിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ ബോധപൂർവം പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാടിന് വിരുദ്ധമായ സമീപനമാണ്. കണ്ടംപ്റ്റ് കേസ് നിന്നാൽ ആ കണ്ടംപ്റ്റ് കേസിലെ പ്രതികളെല്ലാം തന്നെ ഇവിടുന്ന് ട്രാൻസ്ഫറായും റിട്ടയർ ചെയ്തും പോയി. ഇതിൻ്റെ മുന്നേ ഇരുന്ന ചെയർമാൻ ഡോക്ടർ B. അശോകാണ് ഒരു പ്രതി, മറ്റൊരാൾ അന്നത്തെ ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടർ സുരേഷ് കുമാറാണ് പ്രതി. അപ്പോൾ അവരിൽ ആരെങ്കിലും 4 പേര് പ്രതിയായി നിൽക്കുകയാണ്. ആ 4 പേരിൽ ആരുടെയെങ്കിലും ഒരു സമ്മതപത്രം കൂടെ മേടിച്ച് ബോർഡ് അതിൽ കക്ഷിയായി വന്നുകൊണ്ട് ബോർഡ് പോകണം അതിന്. പക്ഷേ ബോർഡ് അലംഭാവം കാട്ടി ആ കേസ് തീർപ്പാക്കാതെ നീട്ടി കൊണ്ടുപോകുന്നത് വഴി ജനങ്ങളെ വെല്ലുവിളിക്കുകയും ജനങ്ങളുടെ സേവനവുമാണ് നിഷേധിക്കുന്നത്. അതാണ് ഒരു പ്രശ്നം. ശ്രീ ഹലാൽ ഇപ്പം വിശദീകരിച്ചത് വെച്ച് നോക്കുമ്പോൾ ഫീൽഡിൽ ജനങ്ങൾക്ക് സേവനം കൊടുക്കേണ്ട തസ്തികകളായ ലൈൻമാനിലും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി വർക്കറിലും 5000-ഓളം ഒഴിവുകളാണ് ഫില്ലുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു സമരമായിട്ടല്ലേ ഇതിനെ കാണേണ്ടത്? മെച്ചപ്പെട്ട സേവനം അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്.
തീർച്ചയായും തൊഴിലാളികളുടെ ഒരു ആനുകൂല്യത്തിന് വേണ്ടിയിട്ടോ മറ്റൊന്നുമല്ല ഈ സമരം പ്രധാനമായി ഉന്നയിക്കുന്നത്. അതിനകത്ത് കുടിശ്ശിക ഡിമാൻഡായി വരുന്നുണ്ട്. പക്ഷേ ഈ സമരം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സേവനം കൊടുക്കാൻ വേണ്ടിയിട്ട് ജീവനക്കാർ ഇല്ലാത്തത് പരിഹരിക്കലാണ്. എന്ന് പറഞ്ഞാൽ നേരിട്ട് ഉപഭോക്താക്കൾക്ക് അവർക്ക് അവകാശപ്പെട്ട സേവനം നിഷേധിക്കുന്നതിനെതിരെയാണ്. അവിടെ ലൈൻമാൻ വരിക, വർക്കർ വരിക, ഓവർസിയർ വരിക എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങൾക്ക് നേരിട്ട് കിട്ടേണ്ട സേവനം കിട്ടാനാ. അവർക്ക് ഇപ്പം നമുക്ക് വിതിൻ മിനിറ്റ് കൊണ്ട് വൈദ്യുതി പുനഃസ്ഥാപിക്കുന്ന സ്ഥലത്ത് മണിക്കൂറുകളെടുക്കുകയോ ആ ദിവസം പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വന്നാൽ എങ്ങനെയാണ് പോവുക? അത് കേരളത്തിൽ ഈ സ്ഥാപനം എല്ലാ ജനങ്ങളുടെയും താല്പര്യമനുസരിച്ച് അവരെ സാറ്റിസ്ഫൈ ചെയ്ത് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം KSEBക്കുണ്ട്. KSEB ഈ പറഞ്ഞ രൂപത്തിൽ നിന്ന് പിന്നോക്കം പോകുന്നതിനെതിരെയാണ് ഈ സമരം. ഈ സമരത്തിൽ നമ്മൾ ഉന്നയിക്കുന്ന മറ്റൊരു ഡിമാൻഡ്, ആശ്രിത നിയമനം നടത്തുന്ന കാര്യത്തിൽ ബോർഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് വിശദീകരിക്കാമോ? ഇവിടെ ലാലു പറഞ്ഞത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഈ സമരത്തിൽ ഏറ്റവും വൈകാരികമായി ഉന്നയിക്കുന്ന ഒരു ഡിമാൻഡാണ് ആശ്രിത നിയമനം. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സർക്കാർ മേഖലകളിലോ പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ഉള്ളതുപോലെ മരണമല്ല ഇവിടെ സംഭവിക്കുന്നത്. അവിടെയൊക്കെ രോഗം കൊണ്ടോ ഈ ആക്സിഡൻറ്റ് കൊണ്ടോ ഒക്കെ മരണം വന്ന് ആശ്രിത നിയമനം വരുന്നെങ്കിൽ KSEBയിൽ അങ്ങനല്ല. KSEBയിൽ വർക്കർ, ലൈൻമാൻ, ഓവർസിയറൊക്കെ ലൈനിൽ പണിയെടുക്കുമ്പോൾ ഈ പക്ഷികൾ കരിഞ്ഞു വീഴുന്നത് പോലെ മനുഷ്യൻ ഷോക്കേറ്റ് കരിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ട്. ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് ഉള്ള മേഖലയാണിത്. അങ്ങനെ മരണപ്പെടുന്ന കുടുംബങ്ങളിൽ നമ്മൾ രാവിലെ തൊഴിലിന് വന്നാൽ വൈകുന്നേരത്ത് അവരെ പോസ്റ്റ്മോർട്ടം ചെയ്ത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് ആ വീട്ടിലേക്ക് ചെല്ലുന്നൊരു അവസ്ഥയുണ്ടല്ലോ. പ്രത്യേകിച്ച് 2013 ശേഷം NPSനകത്ത് വന്നവർക്ക് ഒരു ആനുകൂല്യം പോലും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് എത്രയും പെട്ടെന്ന് ജോലി കൊടുക്കേണ്ടതിന് പകരം കഴിഞ്ഞ 12 മാസമായി ആ നിയമനം കൊടുക്കാതിരിക്കുകയാണ്. മന്ത്രിമാരോടും അതോടൊപ്പം തന്നെ മന്ത്രിയോടും ചെയർമാനോടൊക്കെ പറയുമ്പോൾ ഞങ്ങളിതൊക്കെ കണ്ണ് നിറയുകയാണ്, ഞങ്ങളിത് കണ്ണ് നിറയുന്ന അവരെ പെട്ടെന്ന് സഹായിക്കുമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഒരു വർഷമായി ഒരാൾക്ക് പോലും തൊഴിൽ കൊടുത്തില്ല KSEB. അതിനെതിരെ ശക്തമായ വികാരം സ്വാഭാവികമായിട്ടും വരും. അതാണ് ഒരു പ്രധാന കാരണമായി ഈ ഇതിലേക്ക് വന്നത്. ഇപ്പോൾ അങ്ങനെ മരണപ്പെട്ട കുടുംബങ്ങളിലെ ഈ ഏറ്റവും പാവപ്പെട്ട ആളുകളായിട്ടുള്ളവർ, അതിലെ കുടുംബത്തിലെ സ്ത്രീകൾ ഇപ്പോൾ അയൽ വീടുകളിൽ അടുക്കളപ്പണിക്ക് പോകുന്നു. അവർ ഗവൺമെൻറ് ജീവനക്കാരായിട്ട് വരേണ്ട സ്ഥാനത്ത് അതിന് പകരം തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്നു. ആ രൂപത്തിലേക്ക് അവർ കഷ്ടപ്പെടുകയാണ്. എന്നിട്ട് പോലും ഒരു കരുണ കാണിക്കാൻ ഈ KSEB തയ്യാറാകുന്നില്ല. ഈ മാനേജ്മെൻറ്റിനെതിരെ ശക്തമായ വികാരം ഉയരുന്നത് അതുകൊണ്ടാണ്. ശ്രീ ഹലാൽ, ഈ നിയമനത്തിന് തടസ്സമായിട്ട് മാനേജ്മെൻറ്റ് വല്ലപ്പോഴെങ്കിലും ഉന്നയിക്കുന്ന ഒരു വിഷയം ഇവിടുത്തെ എംപ്ലോയി കോസ്റ്റാണ്. ഇവിടുത്തെ ജീവനക്കാരുടെ ശമ്പളം കൂടുതലാണെന്നും KSEBയുടെ എംപ്ലോയി കോസ്റ്റ് കൂടുതലാണെന്നും അതുകൊണ്ട് പുതിയ നിയമനങ്ങൾ നടത്തിയാൽ ഈ സ്ഥാപനത്തിൻ്റെ എംപ്ലോയി കോസ്റ്റ് വീണ്ടും വർദ്ധിക്കുമെന്നും രീതിയിലൊരു പ്രസ്താവനകൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അതുകൂടെ ഒന്ന് വിശദീകരിക്കാം. അത് കേരളീയ സമൂഹത്തെ പറ്റിക്കാൻ വേണ്ടി മുൻപുണ്ടായിരുന്ന ചെയർമാൻ പറഞ്ഞു വരുത്തിയൊരു കേസാണ്. കേരളീയ സമൂഹം ഇതൊക്കെ പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് വൈദ്യുത ചാർജ് വർധനവുമായി ബന്ധപ്പെട്ട് AAP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, ആം ആദ്മി പാർട്ടി, ചില ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർ, അവരൊക്കെ നെഗറ്റീവ് വാർത്തകൾക്ക് ആളുകൾക്ക് സ്വീകാര്യത കിട്ടുമെന്നുള്ളതുകൊണ്ട് ഏറ്റവും എടുത്തൊരു പ്രചരണമാണ്. വസ്തുതാപരമായി പരിശോധിക്കുന്നത് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും, വ്യക്തമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ എംപ്ലോയി കോസ്റ്റ് ഉള്ള പൊതുമേഖലാ സ്ഥാപനമാണ് KSEB. കേവലം 17% താഴെ മാത്രമാണ് KSEBയിൽ എംപ്ലോയി കോസ്റ്റ്. ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, പ്രതിസന്ധിയിൽ അങ്ങ് അകപ്പെട്ട് നിൽക്കുന്ന KSRTC KSEBയേക്കാൾ എംപ്ലോയി കോസ്റ്റ് കൂടുതലാണ്. ഇവിടുത്തെ KMML കൂടുതലാണ്, വാട്ടർ അതോറിറ്റി കൂടുതലാണ്, KSFE കൂടുതലാണ്. ഈ പറഞ്ഞ കേരളത്തിലെ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനവുമായൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ KSEBയാണ് ഏറ്റവും കുറഞ്ഞ എംപ്ലോയി കോസ്റ്റ്. 17% പോലും ഇല്ല. ഇനി ഈ പറഞ്ഞ ശമ്പള കൂടുതലിൻ്റെ കാര്യം, അതും വളരെ തെറ്റായ ഒരു പ്രചരണമാണ്. എന്താണ്, അടുത്ത സമയത്താണ് കേന്ദ്ര ഗവൺമെൻറ് ഒരു പഠന റിപ്പോർട്ട് വന്നത്. അതായത് ഗുജറാത്ത്, അതോടൊപ്പം തന്നെ UP തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ദിവസവേതനം 300 രൂപയുള്ളപ്പോൾ കേരളത്തിൽ 900 രൂപ കിട്ടുന്നു. ഇന്ത്യയിൽ ഏറ്റവും മെച്ചപ്പെട്ട കൂലി വ്യവസ്ഥകൾ കേരളത്തിലാണെന്നും അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിലെ ആളുകൾ ഇങ്ങോട്ട് വരാൻ ആകർഷിക്കപ്പെടുന്നു എന്നാണ് നമ്മൾ കണ്ട പഠന റിപ്പോർട്ട്. ഇവിടെ ഒരു മെച്ചപ്പെട്ട സാമൂഹ്യ വ്യവസ്ഥയുണ്ട്, കൂലി വ്യവസ്ഥയും മെച്ചപ്പെട്ടതാണ്. എന്നാൽ അവിടെ ഒരു കൂലി തൊഴിലാളിക്ക് 300 പകരം ഇവിടെ 900 കിട്ടുമ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരുടെ ശമ്പളം വ്യത്യസ്തമാണ്, അത് കുറവാണ്. എങ്ങനെയാണ് കുറവ്? ഇന്ത്യയിൽ തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡ്,
കർണാടക ഇലക്ട്രിസിറ്റി ബോർഡ്, ആന്ധ്ര ഇലക്ട്രിസിറ്റി ബോർഡ്, മറ്റേത് ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരുമായിട്ട് ആ KSEBയിലെ ജീവനക്കാരുടെ ശമ്പളം താരതമ്യം ചെയ്താൽ അത് ആർക്കും ബോധ്യപ്പെടും. അതിനകത്ത് നമുക്ക് പറയാൻ കഴിയുന്നത് കേരളീയ സമൂഹം തന്നെ ഇതൊന്ന് പരിശോധിക്കണമെന്നാണ്. നമ്മളിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തിയ 3-4 വിഷയങ്ങളുണ്ട്. ജീവനക്കാരുടെ കുറവ്, അതുപോലെ തന്നെ എംപ്ലോയി കോസ്റ്റ് കുറവ്. അപ്പോൾ നമ്മൾ ഉന്നയിച്ച ഡിമാൻഡുകളൊക്കെ തന്നെ ന്യായമായി ഈ മാനേജ്മെൻറ്റ് അംഗീകരിച്ച് ഈ സമരം തീർക്കേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ഇങ്ങനൊരു സമരത്തിനെതിരെ വീണ്ടും ഇങ്ങനൊരു സമീപനം എടുത്തു പോകുന്നത്? അത് മാനേജ്മെൻറ്റ് എടുത്തു വരുന്നത് ഇതിനകത്തെ KSEB വർക്കേഴ്സ് അസോസിയേഷൻ അടക്കമുള്ള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിലെയും അതോടൊപ്പം തന്നെ NCCOE എന്ന് പറഞ്ഞ പൊതു പ്ലാറ്റ്ഫോം, BMS ഒഴികെയുള്ള INTUC, AITUC, CI2 ഈ പറഞ്ഞതിൽ തന്നെ എല്ലാ ഓഫീസർ സംഘങ്ങളും അടങ്ങുന്ന NCCOE അടക്കം എടുത്ത മുൻകാല സമരത്തിൻ്റെ പ്രശ്നമാണ്. എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ KSEBയെ പൊതുമേഖലയിൽ നിർത്തുക എന്നുള്ളത് ഒരു പ്രതിജ്ഞയോടുകൂടിയാണ് ഈ സംഘടനകൾ പോകുന്നത്. ടോട്ടക്സ് മോഡൽ സ്മാർട്ട് മീറ്റർ പദ്ധതി, സ്വകാര്യവൽക്കരണ അനുകൂല സ്മാർട്ട് മീറ്റർ പദ്ധതി കൊണ്ടുവരുന്ന സമയത്ത് KSEBയിലെ തൊഴിലാളി സംഘടനകളും ഓഫീസർ സംഘടനകളുമെല്ലാം മാനേജ്മെൻറ്റിൻ്റെ ആ തീരുമാനത്തിനെതിരെ ശക്തമായ സമരം ഉയർത്തിക്കൊണ്ടുവന്നു. അന്ന് ഞങ്ങളത് പറയുമ്പോൾ പലർക്കും ബോധ്യപ്പെട്ടില്ല. ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ചയുണ്ട്. അതായത് സ്മാർട്ട് മീറ്റർ വച്ച സംസ്ഥാനങ്ങളിൽ ബീഹാർ അടക്കം ജമ്മു കാശ്മീർ അടക്കം ആ മീറ്ററുകൾ അഴിച്ചെടുത്തുകൊണ്ട് പോയി ഓഫീസിൽ വലിച്ചെറിയുകയും ഓഫീസ് ആക്രമിക്കുകയും ചെയ്യാണ് ജനം. എന്തുകൊണ്ടാണ്? അന്ന് ഞങ്ങൾ പറഞ്ഞതാണ്, ടോട്ടക്സ് മോഡൽ സ്മാർട്ട് മീറ്റർ വെച്ചാൽ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത രൂപത്തിൽ അതിന് തുക റീപേയിങ് ആയിട്ട് കൊടുക്കേണ്ടി വരും, തിരിച്ചടവ് വേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ സമരത്തിൻ്റെ ഭാഗമായി അത് വന്നു. പക്ഷെ അങ്ങനെ വന്നെങ്കിൽ പോലും ഇലക്ട്രിസിറ്റി ബോർഡിൽ മാനേജ്മെൻറ്റ് തലവന്മാരായും വന്ന് അതിൽ ചിലർ ഗൂഢലക്ഷ്യത്തോടു കൂടി ഈ സ്മാർട്ട് മീറ്റർ പദ്ധതി ടോട്ടക്സ് മോഡലിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് ലഭിക്കുമായിരുന്ന സാമ്പത്തികമായ നേട്ടം അത് ഈ സംഘടനകളുടെ സമരം മൂലമാണ് ഇല്ലാതായത്. അപ്പം എങ്ങനെയും അത് ഞങ്ങൾക്ക് കിട്ടേണ്ട, വഴിവിട്ട് കിട്ടേണ്ട ക്രമാതീതമായ ധനം ലഭ്യമാകാതെ പോയതിന് കാരണക്കാർ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിലെ യൂണിയനുകളാണ്, ഓഫീസർ സംഘടനകളാണ്. അപ്പം ഇവരെ സമൂഹത്തിൻ്റെ മുന്നിൽ ആക്ഷേപിക്കുക, ഈ സംഘടനകളെ തകർക്കുക, ഈ സംഘടനകളാണ് വൈദ്യുത ബോർഡിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറയുക. അതുമാത്രമല്ല, ഒരു വിദ്വാൻ, ഈ പഴയ ചെയർമാൻ ഒരു ചാനൽ അഭിമുഖത്തിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞത് നയം തീരുമാനിക്കുന്നത് ഇവിടുത്തെ യൂണിയൻകാരാണെന്ന്. നയം തീരുമാനിക്കുന്നത്, അതായത് IASകാരായ ഞങ്ങളല്ല നയം തീരുമാനിക്കുന്നത്, അവിടെ 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത യൂണിയൻകാരാണെന്ന് ആക്ഷേപം വെച്ചു. വസ്തുത എന്താ? ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചരിത്രത്തിൽ മാനേജ്മെൻറ്റ് മുന്നോട്ട് വച്ചതിനേക്കാൾ പുരോഗമനപരമായ ഒട്ടേറെ ആശയങ്ങൾ ഇതിനകത്ത് മുന്നോട്ട് വെച്ച് KSEBയെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് സംഘടനകളാണ്. ഇവിടെ എത്രയും അനുഭവം പറയാം. സ്പോട്ട് ബില്ലിംഗ്, ഇരുട്ടടി അല്ലെങ്കിൽ ഷോക്ക് എന്നൊക്കെ പറഞ്ഞ് വൈദ്യുതി അഡീഷണൽ ബില്ലുകളെ ആക്ഷേപിച്ചപ്പോൾ അത് ജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കറണ്ടിന് വൈദ്യുതി ചാർജ് ഈടാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള പരാതികൾ ഒഴിവാക്കാൻ വേണ്ടി ഇതിലെ ഓഫീസേഴ്സ് അസോസിയേഷനും ട്രേഡ് യൂണിയനെല്ലാം കൂടെ മുന്നോട്ട് വെച്ചാണ് സ്പോട്ട് ബില്ലിംഗ്, 2 മാസത്തിലൊരിക്കൽ റീഡിങ്. അത് ആ ആക്ഷേപം തന്നെ പോയില്ലേ. പിന്നെ കൂടാതെ വന്നെന്താ, ജീവനക്കാരുടെ എണ്ണം നോം അനുസരിച്ച് കൂടിപ്പോകുന്നത് ഒഴിവാക്കണം. ക്രമാതീതമായ ഒരു 900 കൺസ്യൂമറിന് ലൈൻമാൻ ആ നിലയിൽ പോയാൽ ഇപ്പോൾ നമുക്ക് 1.5 കോടി കൺസ്യൂമർ ആകുക. 10,15,500 ലൈൻമാൻ വേണമായിരുന്നു. അപ്പോൾ യൂണിയനുകൾ തന്നെയാണ് മുന്നോട്ട് വെച്ചത് ഈ മോഡൽ സെക്ഷൻ. അതുകൊണ്ടാണ് 9,649 ഇപ്പോഴും നിൽക്കുന്നത്. മാനേജ്മെൻറ്റിൻ്റെ അല്ല എന്ന് പറഞ്ഞാൽ ഈ യൂണിയനുകൾക്കും അതോടൊപ്പം തന്നെ ഓഫീസേഴ്സ് സംഘടനകൾക്കുമൊക്കെ തന്നെ ഇത് ടെക്നിക്കൽ മേഖലയായതുകൊണ്ട്, സാങ്കേതിക മേഖല ആയതുകൊണ്ട് മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ KSEBയ്ക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിഭാഗമില്ല. പക്ഷേ യൂണിയനുകൾക്കുണ്ട്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, അതോടൊപ്പം തന്നെ റിസർച്ച് വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ സബ് കമ്മിറ്റികളുണ്ട്. അങ്ങനെ ഞങ്ങൾ കണ്ടെത്തുന്ന സാങ്കേതികമായ കാരണങ്ങളാണ് അതോടൊപ്പം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. വേണ്ട, ഇന്ത്യ ഗവൺമെൻറ് തന്നെ സ്വീകരിച്ചല്ലോ. കേരളത്തിലെ വൈദ്യുത തൊഴിലാളികളുടെ സംഘടനകളായ വർക്കേഴ്സ് അസോസിയേഷനും ഓഫീസേഴ്സ് അസോസിയേഷനും രൂപപ്പെടുത്തിയ ബദൽ സ്മാർട്ട് മീറ്റർ പദ്ധതി ഇന്ത്യ ഗവൺമെൻറ് തന്നെ സ്വീകരിച്ചു. ഈ മാനേജ്മെൻറ്റ് എന്ത് ബദൽ നിർദ്ദേശം വെച്ച്? അപ്പം നയം രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ അറിയുന്നവർ തന്നെയാണ് രൂപീകരിക്കേണ്ടത്. ഞങ്ങൾക്കറിയുന്ന പോലെ ഈ IASകാർക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിവില്ല എന്ന് തന്നെ പറയേണ്ടി വരും, യാതൊരു സംശയമില്ല. അപ്പോൾ അവർ ഇങ്ങനെ ചില കാര്യങ്ങളിൽ അവർ ഉദ്ദേശിച്ച് നടന്നില്ലെങ്കിൽ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞു വെക്കുന്നത് മാത്രമാണ് ഇത്. ഇപ്പം നാളത്തെ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ VK പ്രശാന്ത് MLA ആണ്. അപ്പോൾ തുടർന്നും ഈ സമരം ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത്.
അതെ, ഈ സമരം വിജയം വരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഇത് കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് വേണ്ടിയുള്ള സമരമാണ്. ഒന്ന്. രണ്ട്, ഇവിടെ ആയിരക്കണക്കിന് തസ്തികയിലേക്ക് വരേണ്ട യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്. അഭ്യസ്തവിദ്യരായ വിദ്യാഭ്യാസമുള്ള അതോടൊപ്പം തന്നെ ക്ലറിക്കലായി വരേണ്ട ആളുകളൊക്കെ ഇവിടെ ആയിരക്കണക്കിന് പേരുള്ളപ്പോൾ നാമമാത്രമായ നിയമനം ഇവിടെ കൊടുക്കാൻ കഴിയും. ആ നിയമനം പോലും നിഷേധിക്കുമ്പോൾ കേരളീയ യുവതയെ വെല്ലുവിളിക്കലാണ് മാനേജ്മെന്റ്. അതുകൊണ്ട് തന്നെയാണ് അത് ബോധ്യപ്പെട്ടിട്ടാണ് ഒരു ദിവസം ഈ സമരം ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ പൊരുതുന്ന യുവജന സംഘടനയായ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ. അപ്പോൾ അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രശാന്ത്, നാളത്തെ സമരം ഉദ്ഘാടനം ചെയ്യുന്ന പ്രശാന്താണ്. VP പ്രശാന്ത് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ മേയറായിട്ടിരുന്നാണ്, യുവജനങ്ങളുടെ കണ്ണിലുണ്ണിയാണ്. അപ്പോൾ അത്തരം ആളുകൾ വരുന്നത് ഈ തൊഴിലാളി സമരത്തോട് ഐക്യപ്പെട്ട് വരുന്നത് അവർക്ക് തന്നെ ഇത് ബോധ്യപ്പെട്ട് വരികയാണ്. ഒരു ഘട്ടത്തിൽ കേരളീയ സമൂഹത്തിൻ്റെ മുന്നിൽ വൈദ്യുത ബോർഡിലെ തൊഴിലാളികളെയും ഓഫീസർ സംഘടനയെല്ലാം പുകമറയിൽ നിർത്തിക്കൊണ്ട് അതെല്ലാം കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് മീഡിയയുടെ സഹായത്തോടു കൂടി ഉന്നത IAS ഉദ്യോഗസ്ഥന്മാർ, പവർ സെക്രട്ടറി, അത് മുൻ ചെയർമാൻ, ഇപ്പോഴത്തെ ചെയർമാൻ, ഇപ്പോൾ യോഗ്യതയില്ലാതെ തന്നെ ഫിനാൻസ് ഡയറക്ടറായിട്ട് നിയോഗിക്കപ്പെട്ട ഒരു വിദ്വാൻ, അതിനൊന്നും മതിയായ യോഗ്യത പോലുമില്ല, പക്ഷെ അവരെയൊക്കെ ഫിനാൻസ് ഡയറക്ടറായിട്ട് വെക്കുകയാണ്. അത്തരം ആളുകളെല്ലാം ചേർന്നൊരു കോക്കസ് KSEBയെ തകർക്കാൻ നിൽക്കുകയാണ്. ആ കോക്കസിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞത് ഈ KSEBയെ തകർത്ത് സ്വകാര്യ കുത്തക മുതലാളിമാർക്ക് ഇവിടെ കടന്നു വന്ന് ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും കൊടുക്കണം, ആ കൊടുത്തിട്ട് അതിൻ്റെ ആനുകൂല്യം പിന്നാമ്പുറത്തോടെ പറ്റുക എന്നുള്ളതാണ്. അതിനെ കേരളീയ സമൂഹത്തിൻ്റെയും ഉപഭോക്താക്കളെയും എല്ലാം ബോധ്യപ്പെടുത്തി സത്യം എത്ര കണ്ട് മറച്ചു വെക്കാൻ ശ്രമിച്ചാലും സത്യം പുറത്തു തന്നെ വരും. അത് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് വരികയാണ്. ഇലക്ട്രിസിറ്റി സെക്ഷൻ ഓഫീസുകളിൽ 4ഉം 5ഉം ലൈൻമാനായിട്ട് 12 ലൈൻമാൻ വേണ്ടെടുക്കുക, ജോലി ചെയ്യേണ്ട സ്ഥലത്ത് 4ഉം 5ഉം പേരായിട്ട് എടുക്കാൻ വയ്യാത്ത ജോലി ഭാരവുമായി നിൽക്കുന്ന തൊഴിലാളിയല്ല കുറ്റക്കാരൻ. നിങ്ങളുടെ കറണ്ട് താമസിക്കുന്നെങ്കിൽ കുറ്റക്കാരൻ ഈ വൈദ്യുതി ബോർഡും അത് നയിക്കുന്നവരും ആണ് എന്നുള്ളതാണ് വസ്തുത. തൊഴിലാളി അല്ല എന്നുള്ള വസ്തുത തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നത് വരെ വൈദ്യുത ബോർഡിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഈ അനിശ്ചിതകാല സമരം മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ ആണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതൊരു ജനകീയ സമരമായി താമസമിന മാറുകയും ചെയ്യുമെന്നുള്ളതാണ് വസ്തുത.